വെൽക്കം ബാക്ക് ടു കുസൃതി ട്രാവൽ ആൻഡ് ടെക്കിന്റെയും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കുമാർ ഓഡിയോസിന്റെ തണ്ടർ എന്ന് പറയുന്ന ഒരു ഹെവി ആയിട്ടുള്ള ഒരു ട്രാൻസിസ്റ്റർ ബോർഡാണ്. വേലും കൊണ്ടുള്ള ഒരു സബിനൊക്കെ പറ്റിയൊരു നല്ലൊരു ബോർഡാണ്. നല്ല ഹെവി പഞ്ചും ഹെവി പവറും എടുക്കുന്ന ഒരു അടിപൊളി ഒരു ബോർഡ് തന്നെ എന്ന് പറയാം. നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി കിട്ടിയാണ്. അതിന്റെ ഡീറ്റെയിൽ റിവ്യൂയിലേക്കാണ് പോകുന്നത്. സാധാരണ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന 4 ട്രാൻസിസ്റ്ററിലാണ്, അത് മാറി ഇപ്പോൾ 6 ട്രാൻസിസ്റ്ററായി. 6 ട്രാൻസിസ്റ്റർ മാത്രമല്ല, അതൊരു SMD ടൈപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഹെവി പവറും നല്ല രീതിയിൽ ഒരു 15 ഇഞ്ച് വരെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ബോർഡാണ്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽ റിവ്യൂയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമേ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കുറേ സപ്പോർട്ടൊക്കെ നമുക്ക് തരുന്നുണ്ട്. കഴിഞ്ഞു പോയ വീഡിയോസൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു, അതിനെല്ലാം വളരെ സന്തോഷം. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ വേണം. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പരമാവധി കൂട്ടുകാരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടനും ഞെക്കുക, അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. കുറേ പേര് ചോദിക്കുന്നുണ്ട് നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ല എന്ന്. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ അത് ആക്ടിവേഷൻ ആകുള്ളൂ. അതായത് സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് തന്നെ കാണുന്നതാണ് നോട്ടിഫിക്കേഷൻ എനേബിൾ ബട്ടന്. അത് നിങ്ങൾ എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്ത് മാത്രമേ അത് നിങ്ങൾക്കത് എൻ്റെ വീഡിയോസ് കാണാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് നമ്മുടെ തണ്ടർ എന്ന് പറയുന്ന ഒരു ബോർഡ്. നല്ല ഹെവി ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മളൊരു ഡീറ്റെയിൽ റിവ്യൂയിലേക്കാണ് പോകുന്നത്. അപ്പം എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾ റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ബോർഡ് ഫോർ ഓഡിയോ പവർ ആംപ്ലിഫയർ, അതായത് ആംപ്ലിഫയറിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ബോർഡ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. നല്ല പാക്കിലും നല്ല രീതിയിലുമാണ് നമുക്കിത് വന്നിരിക്കുന്നത് തന്നെ. അവരുടെ ഒരു സൈഡിൽ നോക്കുവാണെങ്കിൽ കുമാർ ഓഡിയസ് KA2611 എന്ന മോഡലാണ് അവർ ചെയ്തിരിക്കുന്നത്. സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ JBL ആണ്. ശരിക്കും JBL വേണ്ടി മാത്രമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇത് തോഷിബയുടെ ഒറിജിനൽ ഐസിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, 52001943. അപ്പോൾ 55 DC-യിൽ 8 ആംപിയർ ഡുവൽ സപ്ലൈ ആണ് ഇതിന് കൊടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ഇവരിങ്ങനെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനി ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ക്വാളിറ്റി നമുക്കത് മനസ്സിലാകും. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു, ആദ്യം തന്നെ പറയട്ടെ, നല്ലൊരു ഹെവി വെയിറ്റ് ഉണ്ട്. അതാ ഹീറ്റ് സിങ്കിൻ്റെ തന്നെയാണ്. നല്ല കട്ടിയുള്ള ഹീറ്റ് സിങ്കാണ് കൊടുത്തിരിക്കുന്നത് തന്നെ, കണ്ടില്ലേ? ഓക്കെ, വാ, അടിപൊളിയായിട്ടുണ്ട്. നല്ല അതിന് തന്നെ നോക്കാം. കുമാർ ഓഡിയോസ് എന്നൊരു തണ്ടർ എന്ന് പറയുന്നതാണ്. തണ്ടറാണ് ഇതിനൊരു പേരിട്ടിരിക്കുന്നവർ. നല്ലൊരു പെർഫോമൻസും നല്ലൊരു പവറും കിട്ടുന്നതാണ് പറയുന്നത്. കുറേ പേര് ഇതിൻ്റെ റിവ്യൂ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എനിക്കിത് ഇപ്പോഴാണ് അത് റിവ്യൂ ചെയ്യാൻ കിട്ടിയത്. അതുകൊണ്ടാണ് ഞാനതിപ്പോൾ ചെയ്യുന്നത്. അവരുടെ തന്നെ ലോഗോ ഒക്കെ കാണാൻ നല്ല ഡിസൈനിലും നല്ല ബ്രാൻഡ് ലുക്കിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഇത് SMD ടൈപ്പിലാണ് അവരുടെ എല്ലാം കമ്പോണൻസ് ഒക്കെ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഓവറോൾ കാണുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു ബ്രാൻഡ്, നമ്മൾ ആ കൊടുക്കുന്ന പൈസയുടെ ഒരു വാല്യൂ നമുക്കത് മനസ്സിലാവും. കാരണം നല്ല റേറ്റും ഉണ്ട്, അതിൻ്റെ ആയിട്ടുള്ള നല്ല പെർഫോമൻസും ഉണ്ട്. ഓക്കെ,
നമുക്ക് ആദ്യം ട്രാൻസിസ്റ്റർ നോക്കാം. ട്രാൻസിസ്റ്റർ നമുക്ക് 6 ട്രാൻസിസ്റ്ററുകളാണ് വരുന്നത്. സാധാരണ നമ്മൾ 4 ട്രാൻസിസ്റ്ററുകളാണ് നമ്മൾ ചെയ്യാറ്. ഇതിപ്പോൾ 6 ട്രാൻസിസ്റ്റർ വരുന്നത്. അപ്പോൾ 6 ട്രാൻസിസ്റ്റർ വരുമ്പോൾ ഏകദേശം 400 വാൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ JBL ഒരു 1500 നമുക്ക് സുഖമായിട്ട് ഇതിന് കൊടുക്കാം. നല്ല പെർഫോമൻസും കിട്ടുന്നുണ്ട്. 15 സൈസുള്ള ഒരു ഊഫർ വരെ കൊടുക്കാം എന്നാണ് പറയുന്നത്. കുമാർ ഓഡിയോസിൻ്റെ ലേബലൊക്കെ കണ്ടില്ല, അല്ല സിൽവർ രീതിയിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ PCB ബോർഡാണ്. കണ്ടില്ല, PCB നല്ലൊരു ക്വാളിറ്റി PCBയിൽ ഡബിൾ സൈഡിങ് ആണ് ചെയ്തിരിക്കുന്നത് അവർ. പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസ് ഒക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റിയും നല്ലതും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ പവർ സെക്ഷൻ ഒന്ന് നോക്കാം. ഇത് DC 55 വോൾട്ടേജ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്കൊരു 40 വോൾട്ടേജിൻ്റെ ട്രാൻസ്ഫോമർ എടുത്തിട്ട് ബ്രിഡ്ജ് ചെയ്തിട്ട് വരുമ്പോഴത്തേനും അതൊരു 50 അടുത്ത് വരുന്നുണ്ട്. 50 മതിയാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു 30 വോൾട്ടേജ് കൊടുത്തിട്ട് വരെ നല്ല ഹെവി പവറാണ്. അപ്പോൾ പിന്നെ 55 നിങ്ങൾക്കത് 50-55 ഓക്കെയാണ് തോന്നുന്നു. പിന്നെ സ്പീക്കർ ഔട്ട് വരുന്നത് നെഗറ്റീവ് പ്ലസ് സ്പീക്കർ ഔട്ടാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് വേറൊരു അഡ്വാൻറ്റേജ് ചോദിച്ചാൽ ഇത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏതാണ് നെഗറ്റീവ് ഏതാണ് പ്ലസ് എന്ന്. അത് നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്ക് JBLൻ്റെ ഓഫർ കൊടുക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ വരുന്ന ഇൻപുട്ടാണ്. ഇത് സബ് ഫിൽറ്റർ എന്നുള്ള ഡയറക്റ്റ് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്താൽ മതിയാവും. ഇത്രയും കാര്യങ്ങളാണ് ഈ ബോർഡിൽ വരുന്നത്. ഇതിൻ്റെ ഹീറ്റ് സിങ്ക് തന്നെ നല്ല കട്ടിയുള്ളതും നല്ല ഹെവി ആയിട്ടുമാണ് വന്നിരിക്കുന്നത് തന്നെ. എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ വെയിറ്റിൻ്റെ നമുക്കത് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ബോർഡിൽ വരുന്നത്. അപ്പോൾ ഈ ബോർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ, അതുപോലെ ഞാൻ റിവ്യൂ ചെയ്യുന്ന എല്ലാ ബോർഡുകളും എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. അങ്ങനെയുള്ളതാണ് ഞാൻ കൊടുക്കാറുള്ളൂ. നിങ്ങൾക്ക് വേണ്ട ബോർഡുകളെല്ലാം നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബോർഡിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോർഡ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, നമ്മളത് അയച്ചു തരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യണം. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഇനിയും വേണം. നല്ല നല്ല വീഡിയോസുമായി കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ സന്ദീപ്.